ഒരു പ്രണയമായിരുന്നു അന്ന് നീ എനിക്ക്. ഒരു ചിരിയിൽ നീ അതിൻ്റെ വേദന എന്നെ അറിയിക്കവേ. എന്നുള്ളം ഒരു മഞ്ഞ് കണം പോലെ ഉരുക്കി അലിയവേ. നീ എൻ്റേതാകുവാൻ ഞാൻ ഇന്നും ഒരുപാട് കൊതിക്കുന്നു സഖി. നിനക്കായി ജന്മം മുഴുവൻ കാത്തിരിക്കും ഞാൻ, മഴ കാത്ത് കഴിയുന്ന വേഴാമ്പലിനെ പോലെ. പ്രണയിക്കുന്ന ആൾക്ക് വേണ്ടി എത്ര കാലം വേണേ കാത്തിരിക്കാവുന്ന. പക്ഷെ ചില പ്രണയങ്ങളുണ്ട്, എത്ര കാത്തിരുന്നാലും അയാൾ നമ്മുടെ അടുത്തേക്ക് വരില്ല. അയാൾക്ക് വരാൻ സാധിക്കില്ല. അത്രയധികം ദൂരത്തേക്ക് അയാൾ പോയിട്ടുണ്ടാവും. ഇന്നിപ്പോൾ നിരാശ കലർന്ന പോലെയാണോ ഞാൻ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ആണ്. അന്നയും റസൂൽ എന്ന് പറയുന്ന ആ മൂവി അത് ഞാൻ കണ്ടത് ഇന്നലെയാണ്. അപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. പ്രണയത്തിൻ്റെ കുറേ വേദനകൾ ഞാൻ അറിഞ്ഞ്. സോ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് അന്നയും റസൂലും ആയിരിക്കും റീനുവിന് കൂട്ടിന്. സ്റ്റേ ട്യൂൺഡ്, കാരണം ഇവിടെ മാത്രം ടൺ കാണിക്കുന്ന ലവ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ്. കൂടെ റീനു. ഞാൻ പറഞ്ഞില്ലേ അന്നയും റസൂൽ എന്നുള്ള മൂവി ഞാൻ ഇന്നലെ കണ്ടു എന്ന്. ആദ്യം ഞാൻ കുറേ ചിന്തിച്ചു, ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കണോ, അതിൻ്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് രാജീവ് രവി ആ സിനിമ എടുത്തിരിക്കുന്നത്. എത്ര നന്നായിട്ടാണ് അതിലെ പ്രണയം പറഞ്ഞിരിക്കുന്നത്. ഇതുവരെ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പ്രണയം പറയണമെങ്കിൽ അല്ലെങ്കിൽ ആ പ്രണയം അറിയിക്കണമെങ്കിൽ പറയണം, മറ്റേ ആൾക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ ഐ ലവ് യു, മറ്റത് മറിച്ചത് അങ്ങനെയൊക്കെ പറയണമെന്ന്. ഞാൻ ഈ റൊമാൻറ്റിക് മൂവീസിൽ ഒത്തിരിയിലും അങ്ങനെ പറഞ്ഞ് പ്രണയം അറിയിക്കുന്ന കണ്ടേക്കുന്നത്. പക്ഷേ അന്നയും റസൂലും കണ്ടപ്പോൾ ട്രാജിക് എന്താന്നൊക്കെ എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഇങ്ങനെയൊന്നും മനസ്സിലത് തൊടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത്രയ്ക്ക് മനസ്സിനെ കീറി മുറിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അന്നയും റസൂലും തുടങ്ങുമ്പോൾ മുതൽ തീരുന്നവരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പ്രണയമാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ പ്രണയിക്കുന്ന എല്ലാവരും ശരിക്കും അതൊന്ന് കാണേണ്ടതാണ്, പ്രണയം മനസ്സിലാക്കേണ്ടതാണല്ലേ. ഫേസ്ബുക്കിലെ ക്ലബ് എഫ് എം കോൺടെസ്റ്റ് പേജിൽ എൻ്റെ ചോദ്യത്തിന് ഒരു ഉത്തരം തരണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ട്യൂൺ ചെയ്തിരിക്കുന്നത് ക്ലബ് എഫ് എം ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ കൂടെ അന്നയും റസൂലും. ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ഷോ. അന്നയും റസൂലുള്ള ഫഹദിൻ്റെ ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട്. ശരിക്കും അതിലെ ഓരോ ക്യാരക്ടേഴ്സ്, ഓരോ വ്യക്തികളും ആ ക്യാരക്ടറായിട്ട് ജീവിക്കുമായിരുന്നു. ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കാം ഇത് മറ്റേ ആളാണെങ്കിൽ കുറച്ചുകൂടി നന്നായനെ, ഈ ആളാണെങ്കിൽ കുറച്ചുകൂടി നന്നായനെന്നൊക്കെ. അതുപോലെ ഫഹദിൻ്റെ ഇങ്ങനെ ഒരു രൂപമാറ്റം, ഒരു ഭാവമാറ്റം, ഇതൊക്കെ അത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. അതിൽ റസൂൽ എന്ന് പറയുന്ന ആൾ, ആ ഒരു തനി കൊച്ചിയിലെ റസൂലിനെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഫഹദ് ചെയ്തിരിക്കുന്നത്. ഫഹദ് എന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അതായത് റോഡിൽ വെച്ചിട്ട് അവൾ വണ്ടിക്ക് വട്ടം ചാടുന്നു, പിന്നെ പള്ളിയിൽ വെച്ച് അവൾ തിരി കത്തിക്കാൻ നേരത്ത് ഫഹദ് അവളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഫഹദും അന്നയും തമ്മിലുള്ള കണ്ടുമുട്ടലുകളിൽ അതിലൊന്നും നമുക്ക് തോന്നുന്നത് ലസ്റ്റ് അല്ല. ലസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് അതിൽ വരുന്നില്ല. അതിലെല്ലാം ഒരു ഇന്നസെൻറ്റ് ലവ്, ഒരു പ്രണയത്തിൻ്റെ ഇന്നസെൻസാണ് ബ്യൂട്ടിഫുള്ളായിട്ട് കാണിച്ചിരിക്കുന്നത്. കാണേണ്ട ഒരു സിനിമയാണ് അന്നയും റസൂലും. ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാം. നമ്പർ 567-678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നമ്മുടെ സെക്കൻഡ് ഷോ അന്നയും റസൂലും. ഈ അന്നയെ കണ്ടതിന് ശേഷം റസൂൽ അന്നയുടെ പിന്നാലെ നടക്കുന്ന കുറേ രംഗങ്ങളുണ്ട്. അന്നയെ കാണാൻ വേണ്ടി അവൻ ആ ബോട്ടിൽ കയറി പോവാണ്. അവളുടെ വീടിനടുത്തുള്ള അവൻ്റെ ഫ്രണ്ടുമായിട്ട് കൂടുതൽ അടുക്കുകയാണ്. റസൂൽ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു ലവറാണ്. ഇതിലെ പ്രണയം കംപ്ലീറ്റ് ഇന്നസെൻ്റ് ആണ്. അവൻ എന്താ നടക്കുന്നതെന്നോ അങ്ങനെയൊന്നും അവനറിയില്ല. അവൻ്റെ മനസ്സിൽ കള്ളത്തരങ്ങളില്ല. അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അവൻ കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ അന്നയെ കാണാൻ വേണ്ടി വരുന്നു. അവൻ ഓട്ടിയ ബോട്ടിനടുത്തേക്കൊക്കെ വരുന്നത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതുപോലെ അന്നയുടെ പിന്നാലെ സമയമെടുത്ത് നടന്ന് പ്രണയിക്കുവാണ് അവൻ. അല്ലാതെ ഇപ്പോഴത്തെ പോലെ ചാടിക്കയറി എവിടെയെങ്കിലും നിന്നു ഹായ് ഹലോ എന്ന് കൈ കാണിച്ചു ചെന്നിട്ട് സി ഐ തിങ്ക് ഐ എം ഇൻ ലവ് വിത്ത് യു, ഡു യു ലവ് മീ, ആ ഒരു ക്യാരക്ടർ അല്ല റസൂൽ. പ്രണയവും അതുപോലെയല്ല, സിമ്പിളായിട്ടും സില്ലി ആയിട്ടും അല്ല അതിൽ പ്രണയം കാണിക്കുന്നത്. അതിൽ പ്രണയം സീരിയസ് ആണ്. മനസ്സ് തൊടുന്ന ഒരു പ്രണയം എത്ര മനോഹരമാക്കി കാണിക്കാവോ അത്രയും മനോഹരമാക്കി രാജീവ് രവി കാണിച്ചിട്ടുണ്ട്. അന്ന അവനെ തിരിഞ്ഞു നോക്കുന്നത്, അവന് അവളോടുള്ള പ്രണയം കാണിക്കുന്നത്, അവൻ നോക്കി നിൽക്കുന്നത്, ഇതൊക്കെ ശരിക്കും ഒരു നമ്മളൊക്കെ പ്രണയത്തിലാകുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. ബാക്കി സിനിമകളിൽ ഇത് ഇത്രയും നീട്ടി കാണിക്കാറില്ല. എല്ലാവരും പറഞ്ഞു ആ മൂവി ഭയങ്കര ലാഗിങ് ആണ്. പക്ഷേ ആ പ്രണയം മനസ്സിലാക്കി അതൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് ലാഗിങ് ആയിട്ടൊന്നും തോന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നേരിട്ട് കാണുന്ന പോലെയാണ് നമുക്ക് തോന്നുക, അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എം ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഇവിടെ മാത്രം ടൺ കാണിക്കുന്ന ലവ്.